ഇങ്ങോട്ട് നോക്കിക്കോ, എന്നെ തിരക്കാൻ നോക്കി. ഇവിടെ ഏറ്റുമാനൂരപ്പന്റെ 8ാം ഉത്സവമായ ഇന്ന് ഏഴര പൊന്നാനയാണ്. അപ്പോൾ ഏഴര പൊന്നാന ഒരു മാതൃകത ഇവിടെ ഓട്ടോ ഡ്രൈവർമാർ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഏഴര പൊന്നാന എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏറ്റവും ദർശന പ്രാധാന്യമേറിയ ഒന്നാണ് കേട്ടോ. ഏറ്റുമാനൂരപ്പന്റെ ഉത്സവ ദിനത്തിൽ ഏറ്റവും പ്രാധാന്യമേറിയ ഒരു ദിവസം കൂടിയാണ് 8ാം ഉത്സവം എന്ന് പറയുന്നത്. അപ്പോൾ അന്ന് വൈകുന്നേരമാണ് നമ്മളിത് ഉത്സവം കൂടാനായിട്ട് ഇവിടെ ഏറ്റുമാനൂരിന്റെ മണ്ണിലേക്ക് എത്തിയത്. നല്ല തിരക്കായിരുന്നു. ജനപ്രവാഹങ്ങൾ ഇങ്ങനെ ഒഴുകിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. 9 ആന നെറ്റിപ്പട്ടം കെട്ടിയത് അടിപൊളിയായിട്ടുള്ള ഒരു ശ്രീവേലി അവിടെ നടക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ കണ്ട് അവിടുത്തെ ആ ഉത്സവത്തിൻ്റെ മേളമൊക്കെ കൊഴുത്ത് അടിപൊളിയായിട്ട് ഉത്സവ ലഹരിയിൽ ആറാടിക്കൊണ്ടിരിക്കുകയാണ് നമ്മുടെ ഏറ്റുമാനൂരിൻ്റെ മണ്ണ്. 9 ആനകളെ ഒരുമിച്ച് കണ്ടതിൻ്റെ വണ്ടർ അടിച്ചിരിക്കുകയാണ് നമ്മുടെ ബാസി. അതുകൂടാതെ തന്നെ അവിടെ പണ്ടത്തിൽ എണ്ണയൊക്കെ ഒഴിക്കുന്നുണ്ട്. അങ്ങനെ കാഴ്ചകളുടെ ഒരു മേളം തന്നെയാണ് ബാസിയെ സംബന്ധിച്ച്. കാരണം ബാസി ഇത്രയും വലിയൊരു ഉത്സവം കാണുന്നത് ആദ്യമായിട്ടാണ് കേട്ടോ. നല്ല തിരക്കുണ്ടായിരുന്നു. നമ്മൾ ആദ്യം പറഞ്ഞ പോലെ തന്നെ എന്ത് രസമായിട്ടല്ല നമ്മുടെ 9 ആനകൾ ഇങ്ങനെ നെറ്റിപ്പട്ടം കെട്ടി ഗജവീരന്മാരിങ്ങനെ നിരന്ന് നിൽക്കുന്ന ആ ഒരു കാഴ്ചയും മേളവും ഉത്സവ പ്രതീതി എന്ന് പറഞ്ഞാൽ അതൊരു വൈബ് വേറെ തന്നെയാണ്. എത്ര വിദേശത്തുള്ളവരും ഏറ്റവും കൂടുതൽ മിസ് ചെയ്യുന്ന അവരവരുടെ നാട്ടിലെ ഉത്സവങ്ങൾ തന്നെയായിരിക്കും അല്ലേ. എനിക്കൊന്ന് ഉത്സവ കാലങ്ങളിലായിരിക്കും വിദേശത്ത് പോയവരടക്കം തിരികെ നാട്ടിലേക്ക് എത്തി പഴയ കൂട്ടുകാരെയും സുഹൃത്തുക്കളെയൊക്കെ കാണുന്ന ഒരു നിമിഷം എന്ന് പറയുന്നത്. അപ്പോൾ ഈ അമ്പലക്കുളത്തിലിറങ്ങി ഞങ്ങൾ കാലൊക്കെ കഴുകി. എവിടെ നോക്കിയാലും ജനപ്രവാഹം ഇങ്ങനെ ഒഴുകിക്കൊണ്ടിരിക്കാനുള്ള എത്ര അധികം ആയിരങ്ങളായിരിക്കും ഈ വന്നു പോകുന്നത് നോക്കി. ഒരു കണക്കില്ലാത്തൊരു ഇത്ര ജനപ്രവാഹമാണ് 8ാം ഉത്സവമായിട്ട് ബന്ധപ്പെട്ട ഇന്ന് ഏറ്റുമാനൂരിൻ്റെ മണ്ണിലേക്ക് ഇങ്ങനെ ഒഴുകിക്കൊണ്ടിരിക്കുന്നത് കേട്ടോ. അതുകൂടാതെ ഒരുപാട് കച്ചവട സ്ഥാപനങ്ങൾ ഇങ്ങനെ വഴി നീളം നമുക്ക് 2 വശത്തും കാണാം കേട്ടോ. അതിലൊരുപാട് പലഹാരക്കടകളുണ്ട്, കുട്ടികളുടെ കളിപ്പാട്ടമുണ്ട്, പാത്രക്കടയുണ്ട് എന്ന് വേണ്ട ഒരുപാട് വാണിജ്യ സ്ഥാപനങ്ങൾ ഈ ഒരു ഉത്സവം പ്രമാണിച്ച് ആ ഉത്സവത്തിൻ്റെ ഒരു ലഹരി എന്ന് പറയുന്നത് കുട്ടികളെ സംബന്ധിച്ച് ഇതുപോലുള്ള കളിപ്പാട്ടക്കടയൊക്കെ ആയിരിക്കും അല്ലേ. നമ്മുടെ ചെറുപ്പത്തിൽ ഇതുപോലുള്ള ഒരുപാട് കളിപ്പാട്ടക്കടകളൊക്കെ നമ്മൾ ഒരുപാട് മിസ് ചെയ്തിട്ടുണ്ടായിരുന്നു. എന്നാൽ പുതിയ ട്രെൻഡി ആയിട്ടുള്ള കുറേ സംഭവങ്ങളൊക്കെ ഇപ്പോൾ ദേ ഇറങ്ങിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അങ്ങനെ അവിടെ കലക്കനായിട്ടുള്ള ഒരു വൈബ് പുറത്ത് നടക്കുന്നുണ്ട്. അതുകൂടാതെ തന്നെ കുട്ടികൾക്ക് വേണ്ടിയിട്ടുള്ള കുറേയധികം റൈഡുകളും കാര്യങ്ങളൊക്കെ അടങ്ങിയ ഒരു സംഭവം കൂടെ അപ്പുറത്ത് സെറ്റായിട്ടുണ്ട്. അപ്പോൾ കളിക്കാൻ വേണ്ടവർക്ക് കളിക്കാനും അതുപോലെ തന്നെ ഭക്ഷണം മേടിക്കുന്നവർക്ക് ഭക്ഷണം മേടിക്കാനും കളിപ്പാട്ടം മേടിക്കുന്നവർക്ക് കളിപ്പാട്ടം മേടിക്കണം. അങ്ങനെ ഉത്സവ ലഹരിയിൽ ആറാടിക്കൊണ്ട് തന്നെയാണ് നമ്മുടെ ഏറ്റുമാനൂരപ്പൻ്റെ മണ്ണ് ഈ കഴിഞ്ഞ ദിവസങ്ങളിലും ഇപ്പോഴും കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. എന്തായാലും ഉത്സവ കാലമാണ് ഈ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ നിങ്ങളുടെ നാട്ടിലെ തൊട്ടടുത്തുള്ള അമ്പലത്തിലെ ഉത്സവം ഏതായിരുന്നു ഈ അവസാനം കണ്ടത് എന്നുള്ള കാര്യം കമൻ്റായിട്ടൊന്ന് രേഖപ്പെടുത്തുക. അതുപോലെ തന്നെ ഈ ഒരു വീഡിയോ പരമാവധി ആളുകളിലേക്ക് ഷെയർ ചെയ്ത് കേട്ടോ. ഏറ്റുമാനൂരപ്പൻ്റെ ഉത്സവം മിസ് ചെയ്ത ഒരുപാട് വിദേശികൾ നമ്മുടെ കൂട്ടത്തിലുണ്ടാവും. അപ്പോൾ അവർക്കായിട്ട് ഈ വീഡിയോ ഞാൻ ഡെഡിക്കേറ്റ് ചെയ്യുകയാണ്. നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് ഫോളോ ചെയ്യാൻ മറക്കണ്ട.